അപ്പൊ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യത്തിലെ സംശയമൊക്കെ നിങ്ങൾക്ക് തീർന്നോ? നീ വീണ്ടും വീണ്ടും കുത്തി കുത്തി ഓരോന്നിങ്ങനെ പറയലാവണി. നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ നാടകമല്ലെന്ന് ആർക്കറിയാം? ആർക്കായാലും അങ്ങനെ തോന്നും. നീ എന്നോട് ക്ഷമിക്കാവണി. ഒറ്റ ദിവസം കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാവണി. നിനക്ക് എപ്പോഴാണോ എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നത് അപ്പൊ നീ ക്ഷമിച്ചാൽ മതി. ഞാനൊരു PSC ടെസ്റ്റ് എഴുതിയിരുന്നു. അതിനെന്താ? നിനക്ക് ജോലി കിട്ടിയ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഒരുമിച്ചു പോകും. ഞാൻ നിന്നെ രാവിലെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യും. വൈകുന്നേരം ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്യും. പോരെ ആവണി? ഓക്കെ അല്ലേ? അവണി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ രാത്രിയിൽ ആരെയും കാണാൻ പോയെന്നായിരിക്കും. ഏയ്, അതൊന്നും എനിക്കറിയണ്ട. അതൊക്കെ നിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. മാള് പറഞ്ഞില്ലേ, വേൾഡ് ഹാസ് ഗോൺ ടു ഫാർ, ഗ്രോ അപ്പ് അച്ഛൻ. ഞാനിപ്പോൾ വളർന്നു. ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടി ഒരു കാര്യം മാത്രം ചെയ്യൂ. ഇതെനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാ. ഇപ്പൊ നമ്മൾ തമ്മിൽ വഴക്കുണ്ടായത് നീ ആരോടും പറയേണ്ട അബോർഷന് പോയോണ്ടല്ലേ. അതറിഞ്ഞു കഴിഞ്ഞപ്പം സാധാരണക്കാരനായ എനിക്ക് ഒരു സംശയം തോന്നി. അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ കാരണമായി കുഞ്ഞിനെ നമുക്ക് വേണ്ടാന്ന് വെച്ചൂടെ? അങ്ങനെ ചെയ്താൽ പിന്നീട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കുഞ്ഞലസിപ്പോയെന്ന് നമുക്ക് പറയാം. അപ്പൊ വെറുതെ കുഞ്ഞൊക്കെ ആയിട്ട് എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ? അല്ലെങ്കിലും മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രിപ്പയർഡ് അല്ല. ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാനും ആലോചിക്കായിരുന്നു ഇത്ര പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണം അല്ലേ? എല്ലാം മറന്ന് ജീവിതം തുടങ്ങുമ്പോ പ്രശ്നത്തിന് കാരണമായ ഒരു കുഞ്ഞ് നടക്കില്ല. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും. അതാ എന്റെ തീരുമാനം. അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ പ്രിപ്പയർഡ് അല്ല ആവണി. നാളെ രാവിലെ ഞാൻ പ്രസവിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. അതിന് ഇനി 7 മാസം സമയമുണ്ട്. അപ്പോഴത്തേക്ക് പ്രിപ്പയർ ആയാൽ മതി. ഇനി ഇതിനെ കുറിച്ച് എന്നോട് മിണ്ടിപ്പോരുത്. നിനക്കെന്നോട് പറഞ്ഞ മനസ്സിലാവില്ലേ? പെല്ലോന്റെ കുഞ്ഞിനെ നീ ചുവന്നുകൊണ്ട് നടക്കണേ.
ഞാൻ എന്തിനാണ് ഈ ട്രീറ്റ് കൊടുക്കണത്? നീ എന്തിനാണ് ഓഫീസിലോട് പറയാൻ പോയത്? നിനക്ക് വയറ്റിലുണ്ടായതിന് എന്തിനാണ് എനിക്ക് കൺഗ്രാറ്റ്സ്? അപ്പൊ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയ നിങ്ങളുടെ പ്രശ്നം തീരുമല്ലേ? നീ കുഞ്ഞിന് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കാം. ഇറങ്ങിപ്പോ. പോവാൻ. ഞാൻ പോവാം, പക്ഷെ ഈ കുഞ്ഞിനെ നീ പ്രസവിക്കില്ല. പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും.